തന്നെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ചെയ്താലും വിജയിക്കാനുള്ള സാധ്യത ഉറപ്പാണ്. അങ്ങനെ ഒരു ബിസിനസ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. അതായത് സോപ്പ് മേക്കിംഗ്. വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് ഹോം മെയ്ഡ് ആയിട്ട് എങ്ങനെ സോപ്പ് നിർമ്മിക്കാം, അതെങ്ങനെ വിപണിയിൽ എത്തിക്കാം, എന്തെല്ലാം രീതിയിൽ മാർക്കറ്റ് ചെയ്യാം, എങ്ങനെ അതിനൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാം, അതിന്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാം ലൈസൻസ് ആണ് അതിനാവശ്യം, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ അവസാനം വരെ കാണുക. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതിന് വേണ്ട ലൈസൻസ് എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. ഡ്രഗ് ലൈസൻസും MSME രജിസ്ട്രേഷനും ആണ് ഇത് ആവശ്യം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് വിപണനം ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും എങ്ങനെ രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇതിന് വേണ്ട റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ സോപ്പ് ബേസ്, അതുപോലെ തന്നെ അതിൽ ആഡ് ചെയ്യാനുള്ള കളറ്, പിന്നെ അതിൽ എന്തെങ്കിലും ഫ്രാഗ്രൻസ് മണത്തിന് ആഡ് ചെയ്യാനുള്ള ഒരു ഓയില്, അതുപോലെ തന്നെ അതിന്റെ മോൾഡുകൾ. ഇത് മൂന്നുമാണ് നമുക്ക് ആവശ്യം. മോൾഡുകളൊക്കെ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ തപ്പിക്കഴിഞ്ഞ് ഇഷ്ടംപോലെ ഒരുപാട് വെറൈറ്റിയിലുള്ള മോൾഡുകളൊക്കെ കിട്ടും. നമ്മളൊരു തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു 3 വെറൈറ്റിയിലുള്ള മോൾഡൊക്കെ മതിയാവും. അപ്പൊ അങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സോപ്പ് ബേസിന് ഏകദേശം 1 കിലോന് നമുക്ക് 130 രൂപ, അല്ലെങ്കിൽ ഒരു 500 ഗ്രാമിന് 75 രൂപ, ആ റേറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ബൾക്കായിട്ട് മേടിക്കുകയാണെങ്കിൽ എല്ലാവരും ഇന്ത്യ മാർട്ട് ആപ്പ് മാത്രം ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ച് ഹോൾസെയിൽ ഡീലേഴ്സിനെ കാണാൻ പറ്റും. അപ്പൊ അത് ത്രൂ നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള സോപ്പ് ബേസ് ഒക്കെ മേടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കളറും മോൾഡുകളെല്ലാം നമുക്ക് അത്ര അങ്ങോട്ട് ഒരുപാട് വേണ്ടാത്ത കാരണം ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള സൈറ്റുകളും പിന്നെ നമ്മുടെ ലോക്കൽ ഷോപ്പുകളിലൊക്കെ ഇത് മേടിക്കാൻ കിട്ടും. അപ്പൊ ഇതിന്റെ റോ മെറ്റീരിയൽസ് ആകെ കൂടി സോപ്പ് ബേസ്, അതിനുള്ള ഒരു എസെൻഷ്യൽ ഓയില്, അതിന് വേണ്ട കളേഴ്സ്, മോൾഡുകൾ, ഇത് 4ആണ് ഇതിന് റോ മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത്. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇത് പലതരത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ആയുർവേദിക് സോപ്പുകളുണ്ട്, ട്രാൻസ്പെറന്റ് സോപ്പുകളുണ്ട്, പിന്നെ നോർമൽ കെമിക്കൽ സോപ്പ്, അതായത് നോർമൽ നമുക്ക് മാർക്കറ്റുകളിൽ കിട്ടുന്ന സോപ്പുകളുണ്ട്. ആയുർവേദിക് സോപ്പിനായിരിക്കും കുറച്ചും കൂടി വിപണന സാധ്യത കൂടുതൽ. അതായത് ഓർഗാനിക് ആയിട്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതായ കാരണം അതിന് കുറച്ചും കൂടി വിപണന സാധ്യത കൂടുതലുണ്ടാവും. പക്ഷെ സാധാരണ മാർക്കറ്റുകളിൽ കിട്ടുന്ന സോപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സോപ്പിന് ഇന്ന ക്വാളിറ്റികളെല്ലാം മുന്നിലുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പബ്ലിസിറ്റി ചെയ്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയാണെന്നെങ്കിൽ കൂടി കുറച്ചും കൂടി വിജയിക്കാനുള്ള സാധ്യതയും കുറച്ചും കൂടി വിറ്റുവരവിനും നമുക്ക് സാധ്യതയും. പിന്നെ നമുക്കിത് എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാം. ആദ്യം തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളൊരു ഓർഗാനിക് സോപ്പാണ്, ഒരു ആയുർവേദിക് സോപ്പാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇൻസ്റ്റാഗ്രാമില്, ഫേസ്ബുക്കിൽ, വേണമെങ്കിൽ യൂട്യൂബില്, എല്ലാം നിങ്ങളുടെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എല്ലായിടത്തും പോസ്റ്റ് ചെയ്യാൻ നോക്കാം. അങ്ങനെ നമുക്ക് ഓർഡേഴ്സ് വരാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു ഓൺലൈൻ സൈറ്റ്, ഒരു ഓൺലൈൻ ആപ്പ്, അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലത്തെ അത്ര അങ്ങോട്ട് വലുതല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു ഓൺലൈൻ ഷോപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കുറച്ചുകൂടി ചാൻസ് കൂടുതലാണ്. കാരണം നമ്മളൊരു ലോക്കൽ ഷോപ്പ്, ഒരു റൂം റെന്റിനെടുത്ത് നമ്മുടെ സോപ്പൊക്കെ കൊണ്ടുപോയി വെച്ച് സെയിൽ ചെയ്യുന്നതായിട്ട് എത്രയോ നല്ലതാണ്. അത് നമ്മളൊരു ഷോപ്പ് റെന്റിനെടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള ആളുകൾ മാത്രമാണ് അത് മേടിക്കുള്ളൂ. ഇല്ലേ അതിന് പകരം ഒരു ഓൺലൈൻ ഷോപ്പാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ജില്ല മാത്രമല്ല അതർ സ്റ്റേറ്റുകളിലും നമുക്ക് ഓർഡർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കത് കൊറിയർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെയുള്ള ഒരു വിപണന സാധ്യത എന്ന് പറഞ്ഞാൽ റീസെല്ലിംഗ് ആണ്. നമ്മുടെ പ്രൊഡക്റ്റ് മേടിക്കാൻ ഹോൾസെയിൽ ഡീലേഴ്സിന് നമുക്ക് കണ്ടുപിടിക്കാം. അത് ഇന്ത്യ മാർട്ട് പോലത്തെ ആപ്പിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലുള്ള ഈ ബിസിനസ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് ഇടാണെന്നുണ്ടെങ്കിൽ അത് മേടിച്ച് കൊണ്ടുപോകാൻ, അതായത് അവർക്ക് റീപാക്ക് ചെയ്ത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന ആളുകളും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഫേസ്ബുക്ക് ബിസിനസ് ഗ്രൂപ്പുകളിലും കൂടി നിങ്ങൾ ഇത് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അതിലൂടെയും കുറെ ഓർഡേഴ്സ് വരാൻ പറ്റും. പിന്നെ നമ്മുടെ അടുത്തുള്ള ലോക്കൽ ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും നമുക്കിത് കൊണ്ടുവച്ച് വിപണന സാധ്യത ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ ഓൺലൈൻ ത്രൂ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്ക് വരുന്ന ഒരു 30,000 രൂപയുടെ താഴെയാണ് നമുക്ക് ഇതിനൊരു മുതൽ മുടക്കായിട്ട് വരുന്നുള്ളൂ. ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര രൂപ പോലും നമുക്ക് മുതൽ മുടക്ക് വരില്ല. നമുക്ക് എത്രത്തോളം വിറ്റുവരവ് പോകുന്നുണ്ട് അതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഇതേപോലെയുള്ള ബിസിനസ് ഐഡിയകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്.